ഹലോ വെൽക്കം എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്ന് ഒപ്പാടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഗേൾ ഉണ്ട്. അപ്പോൾ അവരെ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നാണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ട് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പ ഭയങ്കര ഉറക്കം. ഒപ്പ പറഞ്ഞ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ലേറ്റായിട്ട് എണീറ്റാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഓവുലേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളത് കാരണം തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഓവുലേഷൻ കറക്റ്റ് ആവാനായിട്ടുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. രാവിലെ എണീറ്റ് ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ കാണാം ഇന്നലെ രാത്രി ഞാൻ എന്തോ കഴിച്ചതിൻ്റെ വേസ്റ്റ്, അത് വേസ്റ്റ് അല്ല, എന്തൊക്കെയോ പൊടികൾ ആ ഗ്യാസ് അടുപ്പിൽ തന്നെ ഗ്യാസിന് ഇൻഡക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. ഒപ്പ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ അത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നേന്. എന്തുകൊണ്ടാണ് കാണാത്തത് അറിയത്തില്ല. പിന്നെ ഞാൻ അതിന് ശേഷം രാവിലെ ഞാൻ എണീറ്റ ഉടനെ ചെറു ചൂടുവെള്ളത്തിൽ 1 സ്പൂണ് തേന് കലക്കിയിട്ട് കുടിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1 മന്ത് ആയതേ ഉള്ളൂ ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഡയറ്റ് തുടങ്ങിയ ടൈമിൽ എനിക്ക് സ്റ്റൊമക്കിന് ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ഈ ചെറു ചൂടുവെള്ളത്തിൽ ഈ തേൻ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനിൽ നിന്നൊക്കെ ഉള്ളൊരു ഇത് കിട്ടും, എന്താ പറയുക ഒരു ആശ്വാസം കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞല്ലേ എവിടെയോ കണ്ടതാണ്. അങ്ങനെ ഞാൻ കുടിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആവുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ഓവുലേഷൻ ടൈം ആവുന്ന സമയത്ത് എൻ്റെ കവിളിലും അതേപോലെ തന്നെ കണ്ണിലും എല്ലാം ഇൻഫെക്ഷൻ ആവും, ഒരുപാട് റാഷസ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പം ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഈ സപ്ലിമെൻറ്റ് കഴിക്കുന്നത്. അപ്പോൾ ഇത് PCOS, PCOD അതേപോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് അങ്ങനെയുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻറ്റാണ്. മിക്കുള്ള കൊറിയക്കാരും കഴിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു 40 കഴിഞ്ഞിട്ട് ഇവിടെ മിക്കുള്ള കൊറിയക്കാരും പ്രസവിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എഗ്ഗ് ക്വാളിറ്റി നല്ലതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു സപ്ലിമെൻ്റാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഈ സപ്ലിമെൻറ്റ് റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഞാൻ അതിന് ശേഷം എൻ്റെ കണ്ണെല്ലാം ചീഞ്ഞ കണ്ണായിട്ടിരിക്കുന്നത് കാരണം ഞാൻ ഐസ് വെള്ളത്തിൽ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണിങ്ങനെ ചെറുതായിട്ടിങ്ങനെ വീർത്തിരിക്കുന്നത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. കണ്ണിൻ്റെ മുകളിലത്തെ പോളം ഉണ്ടല്ലോ അതിൽ ചെറുതായിട്ടിങ്ങനെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഐസ് വെള്ളത്തിൽ മുക്കി വെച്ചത്. അതിനുശേഷം ഇവനെ നോക്കി. ഇവനെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകാൻ റെഡി ആവുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തുടങ്ങുന്ന പ്രശ്നമാണ്. എന്നെ കടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവൻ്റെ പുതപ്പ് കടിക്കുക, അവൻ്റെ കൂട് വലിച്ചുകൊണ്ട് പോവുക, പിന്നെ എൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി കടിച്ചു കുടയുക, ഇതൊക്കെ ഇവൻ ദേഷ്യം തീർക്കുന്ന ഒരു വഴിയാണ്. പ്രത്യേകിച്ചും ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മുഖമൊക്കെ ഇങ്ങനെ കഴുകുന്ന കണ്ടപ്പോഴത്തേക്ക് അവന് മനസ്സിലായി എന്തോ പന്തികളുണ്ടെന്ന് മനസ്സിലായി. അപ്പം തുടങ്ങിയതാണ്. ഒരു വിധത്തിൽ അവൻ സമ്മതിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിട്ട് ഒരു 2 കുര വരയ്ക്കും. ബൗന്ന് 2 കുര വരച്ചിട്ട് പോവും. എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവന് ദേഷ്യം വന്നത്. അങ്ങനെ ഞാൻ എന്നെ വിചാരിച്ചെന്നാൽ പിന്നെ ഇവന് വല്ലതും കളിക്കാൻ കൊടുക്കാമെന്ന്. അവൻ്റെ ആ റെഡ് കളർ ബോൾ പോലത്തെ സംഭവമാണ്. അതിനുള്ളിൽ നമുക്ക് ഇവൻ്റെ സ്നാക്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഇവന് അലർജി ഉള്ളത് കാരണം ഞാനിപ്പോൾ ആപ്പിളാണ് അതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത്. ഇവനല്ല, ഇവൻ്റെ അപ്പൂപ്പം വിചാരിച്ചാൽ പോലും ആ ബോളിനകത്തുനിന്ന് ആപ്പിൾ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നത് വരെ അവൻ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ അതിനുശേഷം ഒപ്പ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കണ്ണ് ചീങ്കണ്ണിയായിട്ടിരിക്കുന്നത് കാരണം ഒപ്പ പറഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കഴിക്കാം. ഇന്നലെ രാത്രിയെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയൊരു കോഫി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി. നമ്മൾ പോകുമ്പോഴെല്ലാം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിച്ച സംഭവം അവിടെ ഇല്ല. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം മിക്കുള്ള അവരുടെ ആ സാൻഡ്വിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെയിലായി പോകുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ല കാലാവസ്ഥ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് നഗ്നൻ
നഗ്നന്മാരായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഉപ്പായുടെ ഇവിടെ സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കേട്ടോ ഏതാണ്ട് ചൂക്ലി പട്ടികൾ 2 നമ്മുടെ കുഞ്ഞിയാണ് കാണാൻ നല്ല ഭംഗി. നമ്മുടെ കുഞ്ഞിയുടെ ഇത്രയും നല്ല ഭംഗിയുള്ള പട്ടിയെ ഞാൻ ഇവിടെ വേറെ കണ്ടിട്ടില്ല. ബാക്കിയുള്ള ഒരുമാതിരി എല്ലും തോലും ഒക്കെ ആയിട്ട് ഇതേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സിഗ്നൽ മാറിയില്ല. ഒപ്പൻ്റെ അടുത്ത് പറയുകയാണ് സിഗ്നൽ മാറുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് പോകാമെന്ന്. ഒപ്പ എന്നെ ബാഡ് ഹാബിറ്റുകൾ പഠിപ്പിക്കുന്നത് നോക്കി. ഈ ഒപ്പയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് ഹാബിറ്റുകൾ ഞാനും പഠിച്ച് അതിലൊന്നാണ് ഈ സിഗ്നൽ വെയിറ്റ് ചെയ്യാതെ ക്രോസ് ചെയ്യുന്നത്. സാധാരണ കൊറിയക്കാരെല്ലാം സിഗ്നൽ മാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആയതുകൊണ്ടായിരിക്കും ഒപ്പ സിഗ്നൽ നമുക്ക് കുഴപ്പമില്ല ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഷോപ്പിലുള്ള പാക്കറ്റ് സാൻഡ്വിച്ച് അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 9:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ നേരെ നമ്മൾ വന്നതാ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ അത്യാവശ്യം പ്രൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ലാത്ത പ്രൈസായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഐറ്റം ഓർഡർ ചെയ്തു. എനിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ്റെ ഒരു സാൻഡ്വിച്ച് ഒരു സംഭവം, പിന്നെ ഒപ്പാക്ക് വേണ്ടിയിട്ട് പാക്കറ്റ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരുമാതിരി സൂപ്പ് പോലത്തെ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് അതിൻ്റെ സ്മെല്ല് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്മെല്ല് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് മല്ലിയില ചേർത്ത അതേ ഒരു സ്മെല്ല് നല്ലതുപോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റക്കടിക്ക് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര പൊന്തച്ചനായിരുന്നു, വലിയ മുതുക്ക് സാൻഡ്വിച്ചായിരുന്നു. അത് കാരണം തന്നെ എൻ്റെ ഈ കൊച്ചു വായിലോട്ട് അങ്ങോട്ട് കടിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാനിങ്ങനെ കുറേശ്ശെ കഴിച്ചുകൊണ്ടിരുന്നത്. അതൊഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയും 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് സോൾഡ് ഔട്ട് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ മിക്കുള്ളവരും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് മിക്കുള്ളവരും ലേഡീസാണ്. വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വേണമെങ്കിൽ അവരവിടെ ഇരിക്കും. അത് ഈ കൊറിയയിലൊരു പ്രത്യേകതയാണ് കേട്ടോ. കോഫി ഷോപ്പ് ആയാലും അങ്ങനെ തന്നെയാണ്, റെസ്റ്റോറൻ്റ് ആയാലും അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണം അവിടെ ഇരിക്കുക, അത്രയും നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൂപ്പ് പോലെ ഇരിക്കുന്ന സംഭവത്തിൻ്റെ സ്മെല്ല് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മല്ലിയിലയുടെ ഒരുപാട് മല്ലിയില ചേർത്ത് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അത് ഭയങ്കരമായിട്ട് മല്ലിയിലയുടെ ഒരു സ്മെല്ല് വന്നത് കാരണം എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. സാധാരണ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, രസം സാമ്പാറിലൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് ആയിട്ട് ഒട്ടും മാച്ച് അല്ലാത്തൊരു സംഭവമായിപ്പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബാലൻസ് വന്നതും ഒപ്പം അത് ടേക്ക് ഔട്ടിൽ തരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് അവർ പാക്കറ്റിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതും കൊണ്ട് നേരെ ഇറങ്ങിയപ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്ത് തന്നെ ഒലിവിയം കൊണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ കൊറിയയിൽ ഇപ്പം ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം വരുന്നു മാസ്ക്. അപ്പോൾ ഞാനത് നോക്കിയപ്പോഴത്തേക്ക് പ്രൈസ് അത്യാവശ്യം കൂടുതലായിട്ട് തോന്നി. അങ്ങനെ ഒപ്പം പറഞ്ഞ് പ്രൈസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ. പക്ഷേ ഞാൻ അത് ഒരു സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതിനെക്കാട്ടി കുറച്ച് പ്രൈസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് ഒപ്പ അറിഞ്ഞ് നമുക്ക് പോകുന്ന സമയത്ത് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. കാരണം ഞാൻ കോഫി കുടിക്കാറില്ല. ഇപ്പോൾ കോഫി ഒഴിവാക്കിയത് കാരണം ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടാണ് പോകാറിപ്പോൾ. അങ്ങനെ ഒപ്പ തന്നെ ഫുള്ള് ആപ്പിളെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ ഒരുത്തം നിൽക്കുന്ന നോക്കിയേ, ആ ചുവപ്പ് ബോളിലുള്ള ആപ്പിൾ ഇതുവരെയും കഴിച്ചില്ല അവൻ. ഒപ്പ അങ്ങനെ ഫൈനലി ഒപ്പം ഒരുപാട് പറഞ്ഞ ഒരാൾ ഞാനിപ്പോൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഗേളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ അച്ഛൻ സൗത്ത് ഇന്ത്യനാണ്, മലയാളിയാണ്, അമ്മ നോർത്ത് ഇന്ത്യക്കാരിയാണ്. അപ്പോൾ ഒപ്പം ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്, മലയാളമൊക്കെ ഇങ്ങനെ
നല്ലതുപോലെ സംസാരിക്കും. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാലും ഹാഫ് മലയാളിയല്ലേ, എന്നാലും മലയാളം അറിയാവുന്ന മലയാളം നല്ലതുപോലെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ കുറേ സംസാരിച്ചു. അപ്പോൾ നമ്മൾ വന്ന റെസ്റ്റോറൻറ്റിലെ ഫുഡ് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിസ്സ കൊള്ളായിരുന്നു, പക്ഷേ പാസ്തയും അതേപോലെ തന്നെ റിസോർട്ടോയും ഭയങ്കര ടേസ്റ്റ് ഇല്ലായിരുന്നു എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒപ്പാക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഒപ്പ പറഞ്ഞു അങ്ങനെ ഒപ്പാക്ക് ഞാനിങ്ങനെ മലയാളത്തിൽ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒപ്പം ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നത്, കുറേ നാളുകൾക്ക് ശേഷം. പിന്നെ അതിനുശേഷം ഞാനും ആ കുട്ടീനെ നമ്മൾ രണ്ടുപേരും കൂടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കോഫി ഷോപ്പിൽ. ആ സമയത്ത് ഒപ്പ പറഞ്ഞ് എന്താ പിന്നെ ഒപ്പാടെ ഫ്രണ്ടുമായിട്ട് PC പാങ്ങിൽ പോയി ഗെയിം കളിക്കുക. അപ്പോൾ നമ്മളുടെ ഈ എന്താ പറയുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒപ്പായി മീറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിന്നപ്പോൾ കാണാം മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കേക്കുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ നേരെ വന്നത് ഒപ്പാടെ ഫ്രണ്ടൂടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന PC പാങ്ങിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാം എൻ്റെ പുന്നി ഭയങ്കര ആൾക്കാർ, ഇത്രയും ആൾക്കാർ ഗെയിം ഭ്രാന്തന്മാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. നോർമലി കൊറിയക്കാർക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്കറിയാം. കാരണം ഒപ്പായും ഗെയിം നല്ലതുപോലെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ PC പാങ് എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള PC പാങ്ങിൽ പോയിട്ടുണ്ടായിരുന്നു ഒപ്പാടെ കൂടെ. അന്ന് ഞാൻ ഗെയിം പഠിപ്പിച്ച് തരാൻ വേണ്ടി ഒപ്പായെ ശല്യപ്പെടുത്തിയത് കാരണം അതിനുശേഷം ഒപ്പ എന്നെ കൊണ്ടുപോകാറില്ലായിരുന്നു. അപ്പോൾ ഒപ്പാടെ ഫ്രണ്ടുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഗെയിം കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ ഗെയിം അറിയത്തില്ല. ഞാൻ ഒപ്പാടെ കൂടെ ഡിയാബ്ലോ എന്ന് പറയുന്ന ഗെയിം കളിക്കാറുണ്ട്. ഞാനും ഒപ്പാടെ ഈ ഫ്രണ്ടും കൂടെ നമ്മൾ 3 പേരോട് ചേർന്നിട്ട് ഡിയാബ്ലോ കളിക്കാറുണ്ട്. നല്ല രസമാണ്. പക്ഷേ ഈ ഗെയിം എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഈ PC പാങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ 24 hours വേണമെങ്കിൽ നമുക്കിവിടെ ഇരിക്കാം. ഇവർ തന്നെ ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളത് കഴിക്കുക, ഗെയിം കളിക്കുക. എന്ത് സുഖകരമായ ജീവിതം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ കാണാം പല പ്രായത്തിലുള്ള ഒപ്പായെക്കാട്ടി മുതുക്കന്മാരും കൂടി ഇരുന്ന് ഗെയിം കളിക്കുന്നു. അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഹൈസ്കൂളിൽ തൊട്ട് പോകുന്ന കുട്ടികൾ, അതേപോലെ തന്നെ ലേഡീസ് വരെ ഉണ്ട് ഇവിടെ വന്നിരുന്ന് ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നു. പക്ഷേ എനിക്ക് ഗെയിമൊന്നും ഇവരിവിടെ കളിക്കുന്ന ഗെയിം എനിക്ക് അറിയാത്തത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും ഫുഡ് ഇനിയിപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് ഫുഡ് കഴിക്കുക എന്നല്ലാതെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒപ്പടുത്ത് പറഞ്ഞ് നൂഡിൽസ് അതേപോലെ തന്നെ തൊപ്പോക്കിയൊക്കെ ഓർഡർ ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഒപ്പ എനിക്കിങ്ങനെ കാണിച്ചു തന്നെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന്. അപ്പോൾ ഫുഡുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജ്യൂസ് ആയാലും സ്നാക്സ് ആയാലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ നൂഡിൽസും തൊപ്പൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒപ്പം കോഫി എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പാടെ ഫ്രണ്ട് ഡംപ്ലിംഗ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊക്കെ കഴിച്ചു വരാൻ പിന്നെ എന്നെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഒപ്പ ഈ ഗെയിം എന്താണ് കളിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ വിളിച്ചിട്ട് വിളി പോലും കേൾക്കാത്ത രീതിയിൽ ബോധമില്ലാതിരുന്ന് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ ഗെയിം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ കാണാം ഒപ്പ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത ടൈം കഴിഞ്ഞ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടൈമിനനുസരിച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങനെ നമുക്ക് എത്ര ടൈം വേണോ അതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒപ്പം ഒരു 2 മണിക്കൂറത്തൊക്കെ എങ്ങാണ്ടാണ് തോന്നുന്നു പേയ്മെൻറ്റ് ചെയ്തത്. അത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ നമ്മൾ പോയിട്ട് ആ ടൈം കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ എനിക്ക് കാണിച്ചു തന്ന് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് ടൈം അനുസരിച്ച് നമ്മളിങ്ങനെ ഞെക്കിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യാതിരുന്ന് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കണമല്ലോ എന്തെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വലിയ കാര്യത്തിൽ എല്ലാം മനസ്സിലായതുപോലെ ഇരിക്കാമെന്ന് പറഞ്ഞ് തലയൊക്കെ കുലുക്കി ഞാൻ എല്ലാം മനസ്സിലായി ഓക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒപ്പം അതെല്ലാം ഫുള്ള് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ കാണാം ആ നൂഡിൽസിൻ്റെ സ്നാക്സിൻ്റെയൊക്കെ ശേഖരം തന്നെയായിരുന്നു. കയറി വന്നപ്പോൾ തന്നെ സ്വർഗത്തിലോട്ട് കയറി വന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കയറി വരുന്ന ഡോറിൻ്റെ ആ സൈഡിൽ തന്നെ വെച്ചേക്കുന്നു. പിന്നെ ഞാൻ ഒപ്പാടുത്ത് പറഞ്ഞു ഒപ്പ ഇതിനകത്ത് ഒന്ന് വീഡിയോ എടുത്തു തരുമെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് ആൾക്കാരിങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ പോയി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഒപ്പാടുത്ത് പറഞ്ഞു. അങ്ങനെ ഒപ്പ പെട്ടെന്ന് എൻ്റെ ക്യാമറാമാനായി. പക്ഷേ ഒപ്പ ക്യാമറാമാനായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് പോയിൻ്റ് അത് വീഡിയോ എടുക്കത്തില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സംഭവം മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത നൂഡിൽസ് വന്ന് തപ്പോക്കി വന്ന് അതേപോലെ തന്നെ ഡംപ്ലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അതിന് ഒപ്പയുടെ നൂഡിൽസാണ് കഴിക്കുന്നത്. എൻ്റെ സെപ്പറേറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് ഇതുവരെ വന്നില്ല. ഞാൻ എൻ്റെ നൂഡിൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടോ, അപ്പോൾ ഒപ്പയുടെ നൂഡിൽസ് ഫുള്ള് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെത് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈയിട്ട് വരാൻ വരുന്നേ. അപ്പോൾ എന്താ എൻ്റെ നൂഡിൽസും വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്നെല്ലാം നേരെ കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊന്നും കഴിക്കേണ്ട. ഇവിടെ നിന്ന് ഈ സംഭവങ്ങളെല്ലാം കഴിച്ചിനി നേരെ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറക്കം മാത്രം. അപ്പോൾ ഇവിടെ നിന്ന് വയറെല്ലാം ഫില്ലാക്കിയിട്ട് വേണം പോകാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.